തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 10. ഇസ്രയേൽ യൂദ രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു. ആഹാബിന് സമരിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു. നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനൻ്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനൻ്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവീൻ. ഭയവിഹുലരായ അവർ പറഞ്ഞു, 2 രാജാക്കന്മാർക്ക് അവനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല, പിന്നെ നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എൻ്റെ വശം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 പേരെയും രക്ഷകർത്താക്കളായ നഗരപ്രമാണികളോട് കൂടെ ആയിരുന്നു. കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രയേൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വയ്ക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എൻ്റെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ്? ആഹാബ് ഗൃഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. യേഹു ജസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവൻ്റെ ഉറ്റ സ്നേഹിതന്മാരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി. മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബെത്തക്കേതിൽ എത്തിയപ്പോൾ യൂദ രാജാവായ അഹസ്യായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഹസ്യായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞിപുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ പിടിച്ചു ബെത്തക്കേതിലെ കിണറ്റിൻകരയിൽ വച്ച് വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റെക്കാബിൻ്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗളം ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ? യഹോനാദാബ് മറുപടി പറഞ്ഞു, ഉവ്വ്. യേഹു പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈ കൊടുത്തു. ഉടനെ യേഹു അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരിക്കുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തത് അങ്ങനെ നിറവേറി. ബാലിൻ്റെ ആരാധകരെ വധിക്കുന്നു. യേഹു ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു,
ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ, എന്നാൽ യേഹു അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിൻ്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിൻ്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത്. യേഹു കൽപ്പിച്ചു, ബാലിനൊരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രയേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിൻ്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു. ആരും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞു കവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു, ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹു റെക്കാബിൻ്റെ പുത്രനായ യഹോനാദാബുമൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു, ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു, ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക. ആരും രക്ഷപ്പെടരുത്. അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിന് ശേഷം ബാൽഗൃഹത്തിലെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിൻ്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതൊരു വിസർജന സ്ഥലമാക്കി മാറ്റി. അത് ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹു ബാലിനെ ഇസ്രയേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. എന്നാൽ യേഹു നെബാത്തിൻ്റെ പുത്രനായ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബേഥേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണ കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹുവിനോട് പറഞ്ഞു, നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹു പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യേഹുവിൻ്റെ മരണം. അക്കാലത്ത് കർത്താവ് ഇസ്രയേലിൻ്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസയേൽ ഇസ്രയേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലെയാദ് ദേശം മുഴുവൻ, ഗാദിൻ്റെയും റൂബൻ്റെയും മനസ്സയുടെയും പ്രദേശങ്ങളും, അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള ആരോവർ മുതൽ ഗിലെയാദും ബാഷാനും വരെയും അവർ കീഴടക്കി. യേഹുവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രയേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു. യേഹു സമരിയായിൽ ഇസ്രയേലിനെ ഭരിച്ചത് 28 വർഷമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അദ്ധ്യായം 11. യൂദ രാജ്ഞി അത്താലിയ. അഹസ്യായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു. എന്നാൽ അഹസ്യായുടെ സഹോദരിയും യോറാം രാജാവിൻ്റെ പുത്രിയുമായ യഹോശേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുമ്പ് അഹസ്യായുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറയിൽ ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അത്താലിയായുടെ 6 കൊല്ലത്തെ ഭരണകാലം അത്രയും അവൻ കർത്താവിൻ്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ വസിച്ചു. 7-ാം വർഷം യഹോയാദ കെരേത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു.
അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ടതിതാണ്. സാപത്തിൽ തവണയ്ക്ക് വരുന്ന 1/3 ആളുകൾ കൊട്ടാരം കാക്കണം. ഒരു വിഭാഗം സൂർ കവാടത്തിലും 3-ാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പുറകിലുമുള്ള കവാടത്തിലും നിൽക്കണം. സാപത്തിൽ തവണ വിടുന്ന 2 വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിൻ്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം. നായകന്മാർ പുരോഹിതൻ യഹോയാദായുടെ കൽപ്പന അനുസരിച്ചു. അവർ സാപത്തിൽ തവണ വന്നവരും വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരോഹിതൻ കർത്താവിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു. കാവൽ ഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും നിലകൊണ്ടു. അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു. കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ഉദ്ഘോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ ജനത്തിൻ്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് ചെന്നു. രാജാവ് ആചാരമനുസരിച്ച് തൂണിൻ്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളം മുഴക്കുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു. ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം, രാജദ്രോഹമെന്ന് വിളിച്ചു പറഞ്ഞു. പുരോഹിതൻ യഹോയാദ സേനാധിപതികളോട് കൽപ്പിച്ചു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനിരയാക്കുവിൻ. ദേവാലയത്തിൽ വച്ച് അവളെ വധിക്കരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് അവിടെ വെച്ചു വധിച്ചു. തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്നും രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാദ ഉടമ്പടി ചെയ്യിച്ചു. രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു. ദേശത്തെ ജനം ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് അത് തകർത്തു. ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലിൻ്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം പുരോഹിതൻ കർത്താവിൻ്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. അവൻ കാവൽ സൈന്യത്തിൻ്റെ കവാടത്തിലൂടെ പടനായകന്മാർ, കരീത്യർ, കാവൽക്കാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ജനം ആഹ്ലാദഭരിതരായി. കൊട്ടാരത്തിൽ വച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി. ഭരണമേൽക്കുമ്പോൾ യോവാഷിന് 7 വയസ്സായിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12. യോവാഷ് യൂദ രാജാവ്. യേഹുവിൻ്റെ 7-ാം ഭരണവർഷം യോവാഷ് വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 40 വർഷം വാണു. ബേർശബക്കാരി സിബിയ ആയിരുന്നു അവൻ്റെ മാതാവ്. പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ ബലിയർപ്പണവും ധൂപാർച്ചനയും നടത്തി. യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു, കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകയും സാവിഷ്ട കാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിനു വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം. യോവാഷിൻ്റെ 23-ാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്തില്ല. അതിനാൽ യോവാഷ് രാജാവ് യഹോയാദയെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു, ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതെന്ത്? ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങൾ എടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുവിൻ. അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പുരോഹിതൻ യഹോയാദ
അടപ്പിൽ ദ്വാരമിട്ട ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവന്റെ വലതുവശത്ത് ബലിപീഠത്തിനു സമീപം സ്ഥാപിച്ചു. കർത്താവിന്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു. പെട്ടി നിറയുമ്പോൾ രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവെക്കും. ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണം ഏൽപ്പിച്ചു. അവർ അത് കർത്താവിന്റെ ഭവനത്തിലെ മരപ്പണിക്കാർ, ദേവാലയ ശില്പികൾ, കൽപ്പണിക്കാർ, കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റും ചെലവുകൾക്കായി വിനിയോഗിച്ചു. കർത്താവിന്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപ്പാത്രങ്ങൾ, തിരികത്രികകൾ, കോപ്പകൾ, കാഹളങ്ങൾ, സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല. കർത്താവിന്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി. ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല. വിശ്വസ്തയോടെയാണ് അവർ പണം ചെലവാക്കിയത്. പ്രായശ്ചിത്ത ബലിയായും പാപപരിഹാര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. അക്കാലത്ത് സിറിയ രാജാവായ ഹസായേൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി. അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു. അപ്പോൾ യൂദാ രാജാവായ യോവാഷ് തൻ്റെ പിതാക്കന്മാരും യൂദാ രാജാക്കന്മാരുമായ യഹോഷാഫാത്ത്, യഹോറാം, അഹസ്യ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തൻ്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടു. യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യോവാഷ് സില്ലായിലേക്ക് പോകും വഴി മിലോയിലുള്ള ഭവനത്തിൽ വെച്ച് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു. ഷിമെയാത്തിന്റെ പുത്രൻ യോസാക്കറും ഷോമറിന്റെ മകൻ യഹോസാബാദുമാണ് അവനെ വധിച്ചത്. അവനെ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിച്ചു. പുത്രൻ അമാസിയ രാജാവായി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 13. യഹോവാഹാസ് ഇസ്രയേൽ രാജാവ്. യൂദാ രാജാവായ അഹസ്യായുടെ പുത്രൻ യോവാഷിന്റെ 23-ാം ഭരണവർഷം യേഹൂവിന്റെ മകൻ യഹോവാഹാസ് സമരിയായിൽ ഇസ്രയേലിന്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിന്റെ പുത്രൻ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിന്റെ കോപം ഇസ്രയേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസയേലിന്റെയും പുത്രൻ ബെൻഹദാദിന്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. സിറിയ രാജാവ് ഇസ്രയേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവ് ഇസ്രയേലിന് ഒരു രക്ഷകനെ നൽകി. അവർ സിറിയാക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി ഇസ്രയേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു. എങ്കിലും ഇസ്രയേൽ ജെറോബാവാം തങ്ങളെക്കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി. സമരിയായിൽ അശേര പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാഹാസിന്റെ സൈന്യത്തിൽ 50-ലേറെ അശ്വഭടന്മാരോ 10-ലധികം രഥങ്ങളോ 10,000-നുമേൽ കാലാൾപ്പടയോ അവശേഷിച്ചില്ല. യഹോവാഹാസിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രയേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഹാസ് പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യഹോവാഷ് രാജാവായി. യഹോവാഷ് ഇസ്രയേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിന്റെ 37-ാം ഭരണവർഷം യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രയേലിന്റെ രാജാവായി. അവൻ 16 കൊല്ലം ഭരിച്ചു. അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു. യഹോവാഹാഷിന്റെ
പ്രവർത്തനങ്ങളും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രഭാവവും ഇസ്രയേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ജെറോബാവാം സിംഹാസനാരൂഢനായി. യഹോവഹാഷ് സമരിയായിൽ ഇസ്രയേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. എലീഷായുടെ മരണം. എലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രയേൽ രാജാവായ യഹോവാഷ് അവൻ്റെ അടുത്തു വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രയേലിൻ്റെ രഥങ്ങളും സാരഥികളും. എലീഷ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. എലീഷ തുടർന്നു, വില്ലു കുലയ്ക്കുക. അവൻ വില്ലു കുലച്ചു. രാജാവിൻ്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. എലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയായ്ക്കെതിരായുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്തടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5ഓ 6ഓ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. എലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊബാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു. യഹോവാഹാസിൻ്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രയേലിനെ പീഡിപ്പിച്ചു. അബ്രഹാത്തിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രയേലിനെ കരുണയോടെ കടാക്ഷിച്ചു. അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുൻപിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ പുത്രൻ ബെൻഹദാദ് രാജാവായി. തൻ്റെ പിതാവിൽ നിന്ന് ഹസയേലിൻ്റെ പുത്രനായ ബെൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവാഹാസിൻ്റെ മകൻ യഹോവാഹാഷ് വീണ്ടെടുത്തു. യഹോഹാഷ് 3 പ്രാവശ്യം ബെൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രയേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.